അറിയിക്കുന്നു. സജീവനും അതുപോലെ ഗോപിയേട്ടനൊക്കെ അറിയാം, ഒരു യാത്രയിലായിരുന്നു. അതുകൊണ്ട് ഇതിലും വൈകുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എങ്കിലും നിങ്ങളുടെ യോഗം തുടങ്ങുന്ന സമയത്ത് ഏകദേശം ഇവിടെ വരാൻ സാധിച്ചു. അതുകൊണ്ട് എന്നാലും വൈകി വന്നതിന്, പറഞ്ഞ സമയത്തേക്കാൾ വൈകി വന്നതിന് ക്ഷമ ചോദിക്കുന്നു. ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് നിങ്ങളെല്ലാവരും ചേരുന്ന സന്തോഷത്തിൻ്റെ ഈ ഒരു വേളയിൽ എന്നെ ക്ഷണിച്ചതിന്, നിങ്ങളുടെ കൂടെ അല്പസമയം ചെലവഴിക്കാൻ ക്ഷണിച്ചതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. തീർച്ചയായും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം അവസാനിക്കുന്നില്ല. മറ്റേതൊരു ആഘോഷത്തെക്കാളും ഏതൊരു ഉത്സവത്തെക്കാളും ഓണം ഇങ്ങനെ മാസങ്ങളോളം ആഴ്ചകളോളം കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള മലയാളികൾ. കേരളത്തിലുള്ള മലയാളികൾ നമ്മളോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഓണം കഴിഞ്ഞില്ലേ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനൊക്കെ അവരോട് പറയാനുള്ളത്, ഞങ്ങളിനി ക്രിസ്മസ് ആവുന്നത് വരെ, മിക്കവാറും ഡിസംബറിൽ ക്രിസ്മസ് വരുന്നത് വരെ ഞങ്ങൾ ഓണം ആഘോഷിക്കും, അതിനെന്താ കുഴപ്പം എന്നാണ് ഞങ്ങൾ ചോദിക്കാറുള്ളത്. കാരണം ഓണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ആഘോഷിച്ചാലും നമുക്ക് ആ ആഹ്ലാദത്തിൻ്റെ ഒരു ലഹരിയിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകാൻ സാധിക്കാറില്ല. അതിൻ്റെ കാരണം മാത്രം ചുരുക്കം വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കാരണം ഓണം നാം നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ്. ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ എല്ലായിടത്തും ഓണമുണ്ട്, പക്ഷെ പല പേരുകളിലായിരിക്കാം. നമ്മൾ മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ പിറകിലൊരു കഥയുണ്ട്. മഹാബലിയെ, വാമനൻ, അത് ഞാൻ പറയുന്നില്ല, പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ചയതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കഥ. ഒരു അസുര രാജാവിനെയാണ് വാമനൻ ചവിട്ടിത്താഴ്ത്തിയതായി നമ്മൾ കരുതി പോരുന്നു. അപ്പോൾ ആ മഹാബലി തിരിച്ചു വരുന്ന ഒരു നാളായിട്ട് നമ്മൾ ഓണം ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ അടിച്ചമർത്തപ്പെട്ട, വാസ്തവത്തിൽ ചവിട്ടിത്താഴ്ത്തപ്പെട്ട മനുഷ്യൻ്റെ സമത്വത്തിൻ്റെ, എല്ലാവരും ഒരുപോലെയാണ്, അതാണല്ലോ ഓണം തരുന്ന സന്ദേശം. എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള ആ സങ്കല്പത്തെ നമ്മളിങ്ങനെ വീണ്ടും 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 കാലം എത്ര കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ മനസ്സിൽ അതിനെ അങ്ങനെ തിളക്കമുള്ളതാക്കി മാറ്റുകയാണ്. അതാണ് ഓണം. ഞാൻ നേരത്തെ പറഞ്ഞത് അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകാനുള്ള സമയമല്ല അവിടെ, അത് ചെയ്യുന്നത് ശരിയുമല്ല. ഒരുപാട് കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിക്കാനിരിക്കുന്നുണ്ട്. പക്ഷെ അത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ മുതിർന്നവരെങ്കിലും ഓർക്കണം, ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്നു ഇതുപോലെ മനുഷ്യൻ ഒരുപോലെ ജീവിച്ചിരുന്ന ഒരു കാലം, പ്രാകൃതമായ ഒരു കാലം. ആ കാലം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും നമുക്ക് അതുപോലെ സമത്വമുള്ള ഒരു കാലം, എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന, മനുഷ്യരിൽ വേർതിരിവില്ലാത്ത ഒരു കാലം ഉണ്ടാവണമെന്നുള്ള ഒരു സ്വപ്നം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഒരു സ്വപ്നം. അത് നാം എല്ലാവരും ഒരുപോലെയാവുന്ന, ഉള്ളവനും ഇല്ലാത്തവനും, വലിയവനും ചെറിയവനും, അല്ലെങ്കിൽ അധികാരമുള്ളവനും അധികാരം ഇല്ലാത്തവനും, ഭാഷയിൽ വലിയ സ്ഥാനമുള്ളവനും സ്ഥാനമില്ലാത്തവനും, ഇങ്ങനെയുള്ള വേർതിരിവുകളൊന്നുമില്ലാത്ത ഒരു കാലം ഉണ്ടാവണമെന്നുള്ള സ്വപ്നം എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഓണത്തിന് സമാനമായ ആഘോഷങ്ങൾ, അതേ സങ്കല്പമുള്ള ആഘോഷങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്, പല പേരുകളിലാവാം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കവികളൊക്കെ ഓണത്തെപ്പറ്റി നമ്മുടെ കേരളത്തിൻ്റെ ഓണം എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തുമുള്ള ഓണമാണ്. വൈലോപ്പിള്ളി പാടിയതുപോലെ നഷ്ടവസന്തസ്ഥലികളിൽ നിന്ന് സമൃദ്ധ വസന്ത തടങ്ങളിലേക്ക്. നഷ്ടവസന്തസ്ഥലി എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ വസന്തകാലം, വസന്തഭൂമി. ആ ഭൂമിയിൽ നിന്ന് സമൃദ്ധ വസന്ത തടങ്ങളിലേക്ക്, വളരെ സമ്പന്നമായ പൂക്കളുള്ള, ഫലങ്ങളുള്ള, എല്ലാവർക്കും എല്ലാ നന്മകളുമുള്ള ഒരു കാലത്തിലേക്ക്, നഷ്ടവസന്ത സ്ഥലികളിൽ നിന്ന് സമൃദ്ധ വസന്ത തടങ്ങളിലേക്ക് ഇളവറ്റു പറക്കും പക്ഷികൾ പോലെ, ഇരുസന്ധ്യ തൊടുക്കും താരകൾ പോലെ, പോയതിൽ നിന്നിനി എന്നോ വിരിയും നായതിലേക്ക് കുതിക്കുകയാണ്
ഞങ്ങളുടെ ഭാസുര ചിന്താ സങ്കല്പങ്ങൾ എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഉള്ളിൽ വരാനിരിക്കുന്ന ഒരു കാലം, നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്തിൽ നിന്ന് ഒരു നല്ല കാലം വരാനുണ്ട് എന്ന് പറയുന്ന സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പം ഞങ്ങൾ വെച്ചു പുലർത്തുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത് എന്നാണ് മഹാകവി വൈലോപ്പിള്ളി പാടി